സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫിഷ് മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-8 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, പകുതി പുളിനാരങ്ങ, 2 പച്ചമുളക്. ഇതെല്ലാമാണ് വേണ്ടത്. ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി ഓരോന്നായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഇഞ്ചി ചെറുതായി നുറുക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് 1 ടീസ്പൂൺ കടലപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. കടലപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ടാലും മതി. ഈ മസാല മീനിൽ തേച്ച് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം എടുത്ത് ബാക്കിയുള്ള കൂട്ടുകൾ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവറുമാണ് ഇടേണ്ടത്. അര ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് 1 മുട്ട 1 നുള്ള് ഉപ്പിട്ടടിച്ച ശേഷം ഇതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കാം. മുഴുവനായി ചേർക്കണമെന്നില്ല. പകുതി പുളിനാരങ്ങ പിഴിഞ്ഞ് നല്ലതുപോലെ ചേർത്ത് 10 മിനിറ്റ് നേരം കൂടി മാറ്റി വയ്ക്കാം. പുളിനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചാൽ മീനിൻ്റെ മണം ഉണ്ടാവില്ല. അതിനുശേഷം ഒരു ഫ്രൈയിങ് പാനിൽ ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ അതിൻ്റെ ഉള്ളിലുള്ള മീൻ വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഇത് ആയി എന്ന് കണ്ടാൽ നമുക്കിതൊന്ന് മറിച്ചിടാം.
ഇനി ഫ്രൈ ചെയ്ത മീനെല്ലാം മാറ്റി വയ്ക്കാം. ഇനി ബാക്കി എന്താണ് വേണ്ടത് എന്ന് നോക്കാം. 2 തണ്ട് സ്പ്രിംഗ് അണിയൻ മുറിച്ചതും, ഒരു ക്യാപ്സിക്കം മുറിച്ചതും, ഒരു ചെറിയ സവാള മുറിച്ചതും, 4 പച്ചമുളക് കീറി വെച്ചതുമാണ് വേണ്ടത്. ഒരു കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ് ഈ കൂട്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇവയുടെയെല്ലാം പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത സവാളയും ക്യാപ്സിക്കവും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി എന്ന് കണ്ടാൽ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അര ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ അവസാനം ഒഴിച്ചു കൊടുത്താലും മതി. കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തുടക്കത്തിൽ തന്നെ കോൺഫ്ലോർ കലക്കി ഒഴിക്കുന്നില്ലെങ്കിൽ സോസുകൾ ഒഴിച്ച ശേഷം കലക്കി ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഫിഷ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മസാല മീനിൽ പിടിച്ചു എന്ന് കണ്ടാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.